ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം നമ്മൾ വായിച്ച് പഠിക്കുന്നതായ ദിവസങ്ങളാണല്ലോ ഇത്. അതിൻ്റെ 7-ാം അധ്യായം നമ്മൾ വായിക്കുന്നു. 6-ാം അധ്യായത്തിൽ ദേവാലയ നിർമ്മാണം പൂർത്തീകരിച്ചു. 7 വർഷം കൊണ്ടാണ് യെരുശലേം ദേവാലയം ശലോമോൻ ആദ്യമായി പണിയുന്നത്. 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ശലോമോൻ തനിക്ക് വേണ്ടി ഒരു കൊട്ടാരം പണിതു. അത് പണിയുവാൻ 13 വർഷം എടുത്തുവെന്നാണ്. അപ്പോൾ ദേവാലയത്തേക്കാൾ എന്തോ ഒരു മഹത്തായ രീതിയിലാണ് സോളമൻ തൻ്റെ കൊട്ടാരം പണിതതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. ദൈവിക ജ്ഞാനം കൊണ്ട് നിറഞ്ഞവനാണെങ്കിലും സോളമൻ ഇവിടെ പ്രാധാന്യം കൊടുക്കുന്ന ദേവാലയത്തേക്കാൾ ഉപരി വലിയ പ്രാധാന്യം താൻ പാർക്കുവാൻ പോകുന്ന കൊട്ടാരത്തിന് അദ്ദേഹം കൊടുക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏകദേശം ദേവാലയം പണിതതിൻ്റെ ഇരട്ടി വർഷം തൻ്റെ കൊട്ടാരത്തിന് വേണ്ടി അദ്ദേഹം അവിടെ ചിലവഴിക്കുകയാണ്. ഇന്ന് ദൈവിക ശുശ്രൂഷയിൽ പ്രവേശിക്കുന്നവരുടെയും മനോഭാവം ഇതുതന്നെയാണ്. എല്ലാം വിട്ട് ദൈവനാമത്തിന് വേണ്ടി ശുശ്രൂഷിക്കാൻ ഇറങ്ങുന്നുവെന്ന് പറഞ്ഞ് ശുശ്രൂഷ സ്വീകരിക്കുകയും അതിനുശേഷം അവനവന് വേണ്ടി മാത്രം കരുതുകയും ചെയ്യുന്ന ഒരു വികലമായ ആധ്യാത്മികതയാണ് ഇന്ന് ഈ ഭൂമിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ആദിമ ക്രൈസ്തവരെക്കുറിച്ച് നമ്മൾ പാടുന്നു. ലോകം, താത, സഹോദര, ജാതി, അവിടെ തറവാട് എല്ലാം ഉപേക്ഷിച്ച് യേശുവിനായി മരിച്ചാൽ മതി എന്നുള്ള, അല്ലെങ്കിൽ അടുത്ത ലോകത്തെക്കുറിച്ചുള്ള പ്രത്യാശ മാത്രമായിരുന്നു അവരെ വഴി നടത്തിയത്. എന്നാൽ ഇന്ന് അതേ സ്ഥാനത്ത് അതേ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഭൗതികമായതൊക്കെ നേടാൻ വേണ്ടി ക്രിസ്തുവിൻ്റെ നാമം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ക്രൈസ്തവ സമൂഹത്തിന് ഇന്ന് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അധഃപതനം. പഠിപ്പിക്കലുകളും പ്രസംഗങ്ങളും എല്ലാം വരാനുള്ള ലോകത്തെക്കുറിച്ച്, ജീവിതവും പ്രത്യാശയുമെല്ലാം ഈ ലോകത്തെക്കുറിച്ച്. അതൊരു വലിയ വിരോധാഭാസമാണ്. ശലോമോൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഇതൊക്കെ തന്നെയാണ്. ധാരാളം സമ്പത്തുകൾ അദ്ദേഹത്തിനുണ്ട്. എല്ലാ രാജ്യങ്ങളും അദ്ദേഹത്തോട് ഐക്യതയിലായിരിക്കുന്നു. അദ്ദേഹത്തെ വെല്ലുവാനുള്ള ജ്ഞാനം ലോകത്ത് മറ്റാർക്കും ഇല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജ്ഞാന വചസ്സുകൾ കേൾക്കുവാൻ ലോകത്തിൻ്റെ നാനാഭാഗത്ത് മറ്റ് രാജാക്കന്മാരും പ്രഭുക്കന്മാരും ആളുകളൊക്കെ എത്തുന്ന കാര്യം നമ്മൾ വായിച്ചു. ദൈവമാണ് എല്ലാം കൊടുത്തെന്നുള്ള ഉത്തമ ബോധ്യമുണ്ട്. എന്നെങ്കിലും തൻ്റെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ചിലവഴിക്കുന്നതായ സമയവും സമ്പത്തും കൂടെ കാണാം. ഫറവോൻ്റെ പുത്രിയെ താൻ വിവാഹം കഴിച്ചു. അവൾക്ക് വേണ്ടിയും പ്രത്യേക കൊട്ടാരങ്ങളും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നതായി കാണുന്നു. നമ്മുടെയൊക്കെ ആ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കാൻ സമർപ്പിതരായിരുന്നെങ്കിൽ എല്ലാറ്റിനേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. ഇനി അതിൻ്റെ 12 മുതലുള്ളതായ വാക്യങ്ങൾ, അതിൻ്റെ 13 മുതൽ ദേവാലയത്തിൻ്റെ ഇതര സജ്ജീകരണങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ടൈർ രാജാവായ ഹീരാമിനെ അദ്ദേഹം അവിടെ നിന്ന് വിളിച്ചു വരുത്തുകയും അദ്ദേഹം വലിയ ഒരു കലാബോധമുള്ളവനായിരുന്നു. അദ്ദേഹത്തെ കൊണ്ട് ദേവാലയത്തിൻ്റെ അകത്തെ സാധനങ്ങളൊക്കെ മനോഹരമായി പിന്നീട് അദ്ദേഹം പണിയുന്നുണ്ട്. അപ്പം അതിൻ്റെ 23 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് ദേവാലയത്തിൻ്റെ അവിടെ ഒരു ജലസംഭരണി ഉണ്ടാക്കുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. അതിനു മുമ്പ് യെരുശലേം ദേവാലയത്തിലെ തൂണുകളെക്കുറിച്ചൊക്കെ നമ്മൾ വായിച്ചു. ഈ തൂണുകളൊക്കെ യോശുവ ശെഖേമിൽ നാട്ടിയതായ യഹോവയുമായി ചെയ്ത ഉടമ്പടിയുടെ കല്ലിൻ്റെ മാതൃകയിലായിരുന്നുവെന്ന് ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന 26 മുതലുള്ള വാക്യങ്ങളിൽ കനാനിൽ പ്രവേശിക്കുന്ന മുമ്പ് ഇസ്രായേലിലെ ഗോത്ര നേതാക്കന്മാരെയൊക്കെ അദ്ദേഹം ശെഖേം എന്ന് പറയുന്ന സ്ഥലത്ത് വിളിച്ചുകൂട്ടി
അബ്രാഹാമിൽ ആരംഭിച്ചതായ തിരഞ്ഞെടുപ്പ് മുതൽ കനാനിൽ വരാൻ കാരണമായ സാഹചര്യം വരെ അവരോടൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെല്ലുന്ന സ്ഥലം വ്യത്യസ്തമാണ്, സത്യവിശ്വാസം ത്യജിക്കാൻ സാധ്യതയുണ്ട്, കാരണം അവിടുത്തെ ആളുകളുടെ സമ്മർദ്ദം മുഖാന്തരം. അപ്പോൾ നമുക്ക് സത്യവിശ്വാസത്തിൽ ജീവിക്കണമെന്ന് പറഞ്ഞ് യോശുവ ആദ്യത്തെ സത്യം ചെയ്യുന്നു, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അതിൻ്റെ സാക്ഷ്യത്തിന് എല്ലാ ഗോത്രപിതാക്കന്മാരെ കൊണ്ടും നേതാക്കന്മാരെ കൊണ്ടും അദ്ദേഹം ആ സത്യം ചെയ്യിക്കുകയും അതിൻ്റെ സാക്ഷ്യത്തിനായി ഒരു കല്ലെടുത്ത് അവിടെ ഒരു കരുവേലകത്തിൻ്റെ ചൂടിൽ കുഴിച്ചിടുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനം അതുവരെ കാത്തുപരിപാലിച്ച ദൈവാനുഭവത്തിൻ്റെ ദൈവഭക്തിയുടെ വിശ്വാസത്തിൻ്റെ പ്രതീകമായിരുന്നത്. ആ കല്ലിൻ്റെ മാതൃകയിലാണ് ഇവിടെ യെരുശലേം ദേവാലയത്തിലെ തൂണുകളൊക്കെ പണിതതെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും അതിന് ശേഷം അദ്ദേഹം ഒരു 23-ാം വാക്യം മുതൽ ഒരു ജലസംഭരണി അവിടെ പണിയുന്നുണ്ട്. ജലം ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള വെള്ളം ഉപയോഗിക്കാനാണ് യെരുശലേം ദേവാലയത്തിലെ ശുദ്ധീകരണം. ആ വലിയ ജലസംഭരണി അദ്ദേഹം പണിതത് 12 കാളകളുടെ മാതൃകയുണ്ടാക്കി അതിൻ്റെ പുറത്താണ്. 12 എന്നുള്ളത് 12 ഗോത്രപിതാക്കന്മാരെ സൂചിപ്പിക്കുന്ന കൂടിയാണ്. അതിൻ്റെ അടിസ്ഥാനം ഗോത്രപിതാക്കന്മാരിലാണ്. ദൈവം വാഗ്ദത്തം കൊടുത്തതുമായി ബന്ധപ്പെടുത്തിയിട്ടാവാം 12 കാളകളെ പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പുറത്ത് ജലസംഭരണി ഉണ്ടാക്കി അതിൽ അദ്ദേഹം വെള്ളം ഇത് നിറച്ച് ശുദ്ധീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം വിശുദ്ധ പീഠങ്ങൾ, സിംഹം, കാള, കെരൂബുകളുടെ രൂപങ്ങൾ, ക്ഷാളന പാത്രങ്ങൾ, ഉപകരണങ്ങളൊക്കെ എപ്രകാരം ഉണ്ടാക്കിയെന്നും ഏത് വസ്തുക്കളുണ്ടോ ഉണ്ടാക്കിയെന്നൊക്കെ വളരെ വിശദമായി ഈ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അന്ന് ഭൂമിയിൽ കിട്ടാവുന്നതിൽ ഏറ്റവും മനോഹരവും ഏറ്റവും വിലപിടിപ്പുള്ളതായ സാധനങ്ങൾ കൊണ്ടാണ് അതെല്ലാം ഉണ്ടാക്കിയത്. കാരണം ദൈവത്തിന് കൊടുക്കുന്നതായ വലിയ മഹത്വമാണത്. എല്ലാറ്റിനേക്കാൾ വിലയേറിയതാണ് ദൈവം. അതുകൊണ്ട് സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും അല്ലെങ്കിൽ അതായത് സരളവൃക്ഷങ്ങൾ കൊണ്ടും അങ്ങനെയുള്ള മനോഹരമായ തടികൾ കൊണ്ടും എല്ലാം അതിമനോഹരമായ രീതിയിലാണ് യെരുശലേം ദേവാലയത്തിലെ പണികളൊക്കെയും അവിടെ പൂർത്തീകരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പുതിയ നിയമത്തിലും നമ്മൾ എല്ലാറ്റിനേക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 34 വാക്യങ്ങൾ യേശു പറയുന്നുണ്ട്, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്ന്. എല്ലാറ്റിനേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കണം. ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഈ സ്നേഹം മാത്രമാണ്. എല്ലാറ്റിനേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കണം. അതങ്ങനെയെങ്കിൽ ഈ ഭൗതികമായതിൻ്റെ പിന്നാലെ നമുക്ക് കൂടുതൽ നമ്മൾ വ്യാകുലപ്പെടുകയില്ല. ദൈവമാണ് ഏറ്റവും വിലപിടിപ്പുള്ളത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഭൂമിയിലെ സമ്പാദ്യങ്ങളൊക്കെ പുഴുവും തുരുമ്പും ഒക്കെ നശിപ്പിക്കുന്നതാണ്, എന്നാൽ സ്വർഗരാജ്യത്തിലെ നിങ്ങളുടെ സമ്പാദ്യം ഒരു പുഴുവിനോ ഒരു തുരുമ്പിനോ നശിപ്പിക്കാൻ സാധിക്കുകയില്ല, അത് നിത്യമാണ്. ആ ലോകത്തെ ലക്ഷ്യമാക്കിയാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ലോകത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനും ചിന്തിക്കുവാനും പ്രവർത്തിക്കാനും എല്ലാറ്റിനേക്കാൾ ഉപരിയായി നമ്മുടെ ദൈവത്തെ സ്നേഹിക്കുവാനും നമുക്കിടയായി തീരണം. ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ പ്രവർത്തിച്ച് അതിനുള്ളതായൊരു ഹൃദയവും മനസ്സും മനോഭാവവും ഞങ്ങൾക്കുണ്ടാകണമേ എന്ന് ഓരോ ദിവസവും നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് അപ്രകാരമുള്ള ഒരു പൂർണ്ണ സമർപ്പണത്തിന് നമ്മെ തന്നെ പരിശുദ്ധാത്മാവെ ശക്തീകരിക്കണമെന്ന പ്രാർത്ഥനയോടെ ഈ അധ്യായം നമുക്ക് വായിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.